സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കപ്പെടുകയാ, യാ റസൂലല്ലാഹ് അൻ സൗമി യൗമി അറഫ, അറഫ ദിവസത്തെ നോമ്പിനെ പറ്റി പറഞ്ഞു തരുമോ റസൂലേ? എന്താണ് പ്രതിഫലം നബിയേ? നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ് യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബാക്കളുടെ മുന്നിൽ അത് വിശദീകരിക്കുകയാണ്. യാ സ്വഹാബാ യുകഫിറു സനതൽ മാളിയ വൽ ബാഖിയ, കഴിഞ്ഞുപോയതായ ഒരു വർഷത്തെ ചെറുദോഷങ്ങൾ അല്ലാഹു പുറത്തു തരും സ്വഹാബാ. വൽ ബാഖിയ, വരാനിരിക്കുന്നതുമായ ഒരു വർഷത്തെ ചെറുദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കും എന്ന് പറയലോടുകൂടെ അള്ളാന്റെ ഹബീബ് പറയാണ്, വൽ ബാഖിയ, വരാനിരിക്കുന്നതുമായ ഒരു വർഷത്തെ ചെറുദോഷങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന്. ബഹുമാനപ്പെട്ട മുഹദ്ദിസീങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നത്, വരാനിരിക്കുന്നതായ ഒരു വർഷത്തെ ചെറുദോഷം പുറത്തു തരണമെങ്കിൽ ആ ഒരു വർഷം നിനക്ക് ആയുസ് വേണമെന്ന് പറയുന്നുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്, ഒരു വർഷം കൂടെ അറഫയുടെ ഒരു ദിവസത്തെ സുന്നത്ത് നോമ്പ് നമ്മൾ എടുത്താൽ ഒരു വർഷം കൂടെ ആയുസ് നമുക്ക് ലഭിക്കും എന്നാണ് മനസ്സിലാകുന്നത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാന്റെ ഹബീബ് വീണ്ടും പറയുകയാണ്, മൻ സ്വാമ യൗമ അറഫ, ആരെങ്കിലും പരിശുദ്ധമായ ദുൽഹിജ്ജ 9 അന്നത്തെ അറഫ ദിവസത്തെ നോമ്പ് അനുഷ്ഠിച്ചാൽ അഅതാഹുല്ലാഹു തആല സവാബം മിസ്ല സവാബി ഈസാ, ഈസാ നബിയുടെ പദവി, ഈസാ നബിയുടെ പ്രതിഫലം അല്ലാഹു അവന് നൽകുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. സിയാമു യൗമി അറഫ, അറഫ ദിവസത്തെ ഒരു നോമ്പ് അവൻ അനുഷ്ഠിച്ചാൽ കസ്യാമി അൽഫി യൗം, 1000 ദിവസം നോമ്പ് നോറ്റതിന്റെ കൂലി അവന് ലഭിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയധർമ്മിണി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സ്വഹാബാ, സ്വർഗത്തിൽ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും പവിഴം കൊണ്ടും മാണിക്യം കൊണ്ടും പണിതു വെച്ച ഒരു വലിയ കൊട്ടാരമുണ്ട് സ്വഹാബാ. ഈ കൊട്ടാരം നാളെ സ്വർഗത്തിൽ വെച്ച് അല്ലാഹു നൽകപ്പെടുന്നത് ആർക്കെന്നറിയുമോ? അത് അറഫ ദിവസത്തെ നോമ്പ് നോറ്റവർക്കാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോ അറഫ ദിവസത്തെ നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ശക്തിവത്തായ സുന്നത്തായിട്ട് അള്ളാന്റെ ഹബീബ് പറഞ്ഞ ഈ ദിവസത്തെ നോമ്പ് അനുഷ്ഠിച്ചാൽ ഒന്നും വെറുതെ ആകൂല. അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ ഇത്രയും വലുതാണ്. നാളെ ആഖിറത്തിൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെ നോമ്പ് നോൽക്കാനുള്ള ആഫിയത്തും അള്ളാഹു ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരും